ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുർജിത്ത്, ഇപ്പോഴും അവിടെ നാട്ടുകാർ പ്രതിഷേധിക്കുന്നുണ്ട്. അവിടെ മന്ത്രി OR കേളുവിനെ നേരത്തെ അവിടെ എത്തിയിരുന്നു, അദ്ദേഹത്തെ കണ്ടിരുന്നു ദൃശ്യങ്ങളിൽ. എന്താണ് നാട്ടുകാർക്ക് പറയാനുള്ളത്? അവിടെ നിന്നുള്ള അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് സുർജിത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? നമ്മൾ ഈ മാനന്തവാടിയിലെ ദൃശ്യങ്ങളാണ്, അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ ഇന്ന് രാവിലെ കൃത്യസമയം ഈ ഘട്ടത്തിലും ലഭ്യമല്ല. രാവിലെ അവരുടെ ജോലിക്ക് പോയ സമയത്തായിരിക്കാം, പതിവ് ജോലിക്ക് പോയ സമയത്തായിരിക്കാം ഈ ആക്രമണം എന്നാണ് മനസ്സിലാക്കുന്നത്. മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപമായിരുന്നു. അവിടെ കാപ്പിക്കുരു ശേഖരിക്കാനാണ് രാധ പോയത്. ആ ഘട്ടത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത്. മൃതദേഹം കാട്ടിലേക്ക് വലിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണെന്ന് നേരത്തെ പ്രാദേശിക മാധ്യമപ്രവർത്തകൻ പറഞ്ഞിരുന്നു. വനം വകുപ്പിലെ താൽക്കാലിക വാച്ചറുടെ ഭാര്യയാണ് ഈ കൊല്ലപ്പെട്ട രാധ. അവിടെ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ മന്ത്രി OR കേളു അവിടെ ഉണ്ടായിരുന്നു. പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധിക്കുന്നുണ്ട്. അഭിജിത്ത് അവിടെ ഉണ്ട്. ഇപ്പോൾ അഭിജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? വലിയ പ്രതിഷേധം, നാട്ടുകാരവിടെ കൂടി നിൽക്കുന്നുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കാണാം, പോലീസിനെ കാണാം. പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിലാണ് ഈ പ്രതിഷേധം ഇപ്പോഴല്ലേ? തീർച്ചയായും വിജയകുമാർ, ഇവിടെ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിലുള്ള ഒരു തർക്കം അത് തന്നെയാണ്. നാട്ടുകാർ തങ്ങളുടെ ആശങ്ക ഈ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയാണ്. ഏത് രീതിയിലുള്ള പ്രശ്നത്തിന് പരിഹാരമാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് എന്ന കാര്യമാണ് നിലവിൽ ഈ നാട്ടുകാർ തങ്ങളുടെ ആശങ്കയായി അറിയിക്കുന്നത്. ചേട്ടാ, എന്താ ഇപ്പം ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ കാരണം? പ്രതിഷേധം, ഇതുവരെയുള്ള അപകടങ്ങളിൽ മരണപ്പെട്ടവർക്കൊന്നും ന്യായമായ പ്രഖ്യാപനങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും ലഭിച്ചിട്ടില്ല. 1 വർഷം പൂർത്തിയാകുന്ന അജീഷിന്റെ കുടുംബത്തിന് ന്യായമായ ഒരു ജോലി പോലും ലഭിച്ചിട്ടില്ല. ഇവിടെ ഈ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ഉത്തരവാണ് ഈ പ്രദേശത്തുകാർ ആഗ്രഹിക്കുന്നത്. ആ ഉത്തരവുണ്ടായെങ്കിൽ മാത്രമേ ചർച്ച മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇവിടെ ആകമാനം ആനയുടെയും കടുവയുടെയും ഭീതിയിലാണ്ടിട്ട് കുറേ ദിവസങ്ങളായി. സത്വര നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പ്രഖ്യാപനമല്ല വേണ്ടത്, പ്രാവർത്തികമാക്കുക, കടുവയെ വെടിവെച്ച് കൊല്ലുക. ചേട്ടാ, നേരത്തെയും ഇവിടെ ഈ കടുവയുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. ഏതെങ്കിലും രീതിയിലുള്ള മുന്നറിയിപ്പ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഇവിടെ നമ്മൾ ഫോറസ്റ്റ് കംപ്ലൈന്റ് പറഞ്ഞതാ, ആന, കടുവ ഇതൊക്കെ ഉണ്ട്. എന്നിട്ട് എന്താണ് അവരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചത്? പ്രതികരണമില്ല. അവരിങ്ങനെ കുറച്ച് ആറാർത്തിനെ വിടും, തെളിക്കും, അതന്നെ ഉള്ളൂ. ഇവർ വരിക, ഒന്ന് ഓടിപ്പിക്കുക, പോകുക എന്നല്ലാതെ ഇവിടെ ഭയങ്കര ശല്യ. ഇവിടെ ആരും ഇവരെ ഫോറസ്റ്റുകാർ വരുന്നു പോകുന്നു, അത്രേ ഉള്ളു. ബാക്കി നമ്മൾ ഇഷ്ടം പോലൊക്കെ കാണലുണ്ട്, നമ്മൾ പോകുന്ന റോഡിലൊക്കെ. കടുവയുടെ തന്നെ ശല്യം നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്, ഇഷ്ടം പോലുള്ളതാണ്. അവിടെ ഉണ്ടായിരുന്നു, അപ്പുറത്തുണ്ടായിരുന്നു, ഞാനവരെ കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളതാ. എന്താണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം വിജയകുമാർ, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ നാട്ടുകാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നു. അവർ നേരത്തെ ഇപ്പോൾ ഈ നമ്മളോട് പ്രതികരിച്ചവർ പറയുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ. തങ്ങൾക്ക് ശരിയായ രീതിയിലുള്ളൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭിജിത്ത്, ഇതാ ഇപ്പോൾ വനമന്ത്രി പറയുകയാണ്, AK ശശീന്ദ്രന്റെ ഒരു പ്രതികരണം വരുന്നുണ്ട്. വെടിവെച്ചോ കൂടുവെച്ചോ കടുവയെ പിടിക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്. വനത്തിനുള്ളിൽ നടന്ന ആക്രമണമാണോ എന്നത് ഇപ്പോൾ പരിഗണിക്കുന്നില്ല. കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകും എന്ന് പറയുന്നു. ആവശ്യമെങ്കിൽ കടുവയെ വെടിവെക്കാം എന്നാണ് വനമന്ത്രി പറയുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ച് ഒന്നുകിൽ വെടിവെച്ചോ അല്ലാതെയോ കടുവയെ പിടികൂടാനുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകി എന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം അക്കാര്യം മാധ്യമപ്രവർത്തകരോട് അല്പസമയം മുമ്പ് അക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നത് മാനന്തവാടിയിലെ പഞ്ചാരക്കൊല്ലിയിൽ അവിടെ പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിലെ പ്രതികരണമാണ്. നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക്. വളരെ പ്രയാസപ്പെട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. മെഞ്ഞാന്ന് വരെ ഞങ്ങൾ ഇവിടുന്ന് കൗൺസിലറേയും കൂട്ടി DF ഓഫീസിൽ പോയതാണ്. നമ്മൾ പറയും, കാട്ടിപ്പോത്തിന്റെ ശല്യമുണ്ട്, പന്നിന്റെ ശല്യമുണ്ട്, കുരങ്ങിന്റെ ശല്യമുണ്ട്, വന്യമൃഗങ്ങളെല്ലാം നാട്ടിൽ സ്വൈര്യവിഹാരം നടത്തുകയാണ്. അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ മെഞ്ഞാന്നും കൂടി പോയി പറയാം. ഇവർക്ക് ഒരു നിരുത്തരമായ രീതിയിലാണ് ഇവർ ഇതെല്ലാം എടുക്കുന്നത്. ഒരു പ്രശ്നം അവർക്കില്ല. നമ്മൾ ജനങ്ങൾ പറയുന്നതിനും ഇപ്പൊ ഒരു ബോഡി വന്നപ്പോൾ പോലും അത് ബലമായി കൊണ്ടാനുള്ള പരിപാടിയാണ്. ജനങ്ങളെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്ന ഒരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ
ഇപ്പൊ ആക്രമിച്ച വന്യമൃഗത്തിനെ വെടിവെച്ച് കൊല്ലണം. കൃത്യമായ നഷ്ടപരിഹാരം വാക്കിലല്ല, നോട്ടീസിലല്ല. ഇതിൽ മാത്രമേ നിങ്ങൾ ഇപ്പോൾ ഈ രാധയുടെ മൃതദേഹം എങ്ങനെ വിടൂല. ഇതിന് കൃത്യമായ തീരുമാനം എടുക്കാണ്ട് ഇവിടെ വിടൂല. അവര് വാക്കിൽ മാത്രം പോരാ, ഞങ്ങൾക്ക് എഗ്രിമെന്റ് രേഷ്യ എഴുതി തരണം. എഗ്രിമെന്റ് എഴുതി തന്നാൽ മാത്രമേ ഇവിടുന്ന് ഈ കോടി കൊണ്ടുപോകാൻ സമ്മതിക്കുള്ളൂ. യെസ്, അഭിജിത്ത്, അവിടെ മന്ത്രി OR കേളു ഇപ്പോഴും തുടരുന്നുണ്ടോ? അദ്ദേഹം നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ അദ്ദേഹത്തെ കണ്ടിരുന്നു. മന്ത്രി ഇപ്പോൾ സ്ഥലത്തുണ്ടോ? യെസ്, മന്ത്രി ഉൾപ്പെടെ അവിടെ ഉണ്ട്. അദ്ദേഹം ഒരുപക്ഷെ അല്പസമയത്തിനകം സംസാരിച്ചേക്കും.